ഹായ് മക്കളെ, ഫർഹാൻ സാറാണ്. ഓണം എക്സാം ഇങ്ങടുത്ത് എത്തിയിട്ടുണ്ട്. എന്നാൽ നമ്മളെല്ലാവരും സന്തോഷത്തിലാണ്. എന്താ, ഒന്നാമത് വേൾഡ് കപ്പ് ഉണ്ട്, രണ്ടാമത് ഓണത്തിന് 10 ദിവസം വെക്കേഷൻ കിട്ടുമല്ലോ. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ്, അതിൻ്റെ പ്ലാനിങ്ങുകളിലൊക്കെ ആയിരിക്കും നിങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ട്രിപ്പിന് എങ്ങോട്ടേക്ക് പോകണം, ഏതൊക്കെ വീട്ടിൽ പോയി സദ്യ കഴിക്കണം, എന്തൊക്കെയാണ് നമ്മൾ അതിൻ്റെ പ്ലാനുകൾ. അത് തകൃതിയായിട്ട് നടക്കുന്നുണ്ടെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഞാനൊരു ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഈ ഓണം വെക്കേഷൻ നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ആർക്കായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഈ ഓണ പരീക്ഷ നല്ലപോലെ എഴുതിയ ഒരാൾക്കല്ലേ? അല്ലാത്തവൻ്റെ മനസ്സിൽ ഈ ഓണം വെക്കേഷനും അവൻ സദ്യ കഴിക്കാൻ പോകുമ്പോഴും എന്തായിരിക്കും ചിന്ത ഉണ്ടാവുക? ഓ, ഓണ വെക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ ടീച്ചറുടെ അടുത്ത് നിന്ന് ആ പേപ്പർ കിട്ടുമല്ലോ, ആ പേപ്പറിൽ മാർക്ക് കുറവായാൽ എല്ലാവരും മുന്നിൽ ഞാൻ വഷളാവുമല്ലോ എന്നുള്ള കാര്യമായിരിക്കും എല്ലാവരും. അതായത് ഒന്നും പഠിക്കാത്ത, ഒന്നും എഴുതാത്തവൻ്റെ ഉള്ളിൽ ആ ഒരു കാര്യമായിരിക്കും ഉണ്ടാവുക. അവന് ശരിക്ക് ഓണം വെക്കേഷൻ എൻജോയ് ചെയ്യാൻ വേണ്ടി പോലും പറ്റൂല. അപ്പോൾ ഈ ഒരു ഓണം വെക്കേഷൻ ഞാൻ പറയുന്നു, നിങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്യണം. എങ്ങനെ? പഠിച്ച് മാർക്ക് നേരിട്ട് നീണം, നല്ലപോലെ എൻജോയ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്നോണം, ഈ ഓണ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിൽ നിന്നും ഏതൊക്കെ ചാപ്റ്ററുകളാണ് ചോദിക്കാൻ, ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളതാണ് സാറ് പറയാൻ വേണ്ടി പോകുന്നത് ഈ ഒരു വീഡിയോയിലൂടെ. അത് മാത്രമല്ല, 1-2 സർപ്രൈസും കൂടെ സാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇതാ ഇതിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ആ ഓണം എക്സാമിന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്ന് നോക്കാം. അതായത് ഫിസിക്സിനാണെങ്കിൽ ആദ്യത്തെ 4 ചാപ്റ്റേഴ്സ് ആണ്, കെമിസ്ട്രിക്കും 4 ചാപ്റ്റേഴ്സ്, മാത്സിന് 5 ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കാനുണ്ട്. അതേപോലെ ബയോളജിക്ക് 3 ചാപ്റ്റർ, ബയോളജി ആണ് 3 ചാപ്റ്റർ, ബോട്ടണി ആണെങ്കിൽ 2 ചാപ്റ്ററാണ്, കമ്പ്യൂട്ടർ സയൻസ് എഗെയിൻ 4 ചാപ്റ്റർ. അതായത് ഒരു കുട്ടി, അതായത് ബയോളജി സയൻസ് എടുത്തൊരു കുട്ടിയാണെങ്കിൽ 4, 4, 8, 8, 5, 13, 13, 3, 16, 16, 2, 18ഓളം ചാപ്റ്റേഴ്സ് സയൻസിൽ മാത്രം പഠിക്കാനുണ്ട്. ലാംഗ്വേജും ഇംഗ്ലീഷും വേറെ. ഇംഗ്ലീഷിൽ എൻ്റെ അഭിപ്രായത്തിൽ 2 യൂണിറ്റ് ഒക്കെയാണ് എന്ത് ചെയ്യാനുള്ളത്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ടഫ് ആയിട്ടുള്ളത് എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം. അത് ഏതാണെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത് എന്തൊക്കെയാന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ഏതാണ് എന്നുള്ളതും, അതേപോലെ സ്കൂളുകളിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്, ഈ 2 കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യേണ്ടത്. എന്നാൽ അതിനനുസരിച്ചുള്ള സ്റ്റഡി പ്ലാൻ നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പറഞ്ഞു തരാൻ വേണ്ടി പറ്റും. ഇതാണ് ഈ ഒരു കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ MS സൊല്യൂഷൻ ഇനി എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? MS സൊല്യൂഷൻ നിങ്ങളുടെ കൂടെ നിന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടി പോവാണ്. അതിന് ആദ്യ സ്റ്റെപ്പ് എന്നോണം സാർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫിസിക്സിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ +1 ആ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. +2 നമ്മൾ ഫിസിക്സ് സെറ്റ് ആക്കാൻ വേണ്ടി, ഫിസിക്സ് മാത്രം സെറ്റ് ആക്കാൻ വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. +1 ഓൾറെഡി അതിൽ കുട്ടികൾ ഡൗട്ട് ചോദിക്കുന്നു, സാർ അതിന് വീഡിയോ ആയിട്ട് റിപ്ലൈ ചെയ്യുന്നു, കുട്ടികൾ ഭയങ്കര സന്തോഷത്തിലാണ്. അതുപോലെ നമ്മൾ +2 സെറ്റ് ആക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ആർക്കെങ്കിലും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിതാ ഈ ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി, +2 ഫിസിക്സ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ +2ന്റെ കേസിൽ നമ്മൾ നാളെ മുതൽ അതിൽ കണ്ടന്റും നോട്ട്സുകളും എല്ലാം അതിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ അല്ലേ? ഇനി മറ്റൊരു ഓഫറും കൂടെ MS സൊല്യൂഷൻ തരുന്നത് എന്താണെന്ന് അറിയോ? നമ്മുടെ പ്രീമിയം ബാച്ചിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 6500 രൂപയാണ്. എത്രയാണ്? 6500 രൂപയാണ് നമ്മുടെ പ്രീമിയം ബാച്ചിന്റെ ഫീ എന്ന് പറഞ്ഞാൽ. അതിലിതാ ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ട്. ഇത്രയും ഫീച്ചേഴ്സ് തരുന്ന വേറെ ഒരു ആപ്പും ഇപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കാണാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഈ ബാച്ച് നിങ്ങൾ അഡ്മിഷൻ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഒരു ഓഫർ നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾ സാറാണ് ഈ ഓഫർ തരുന്നത് കേട്ടോ, വേറെ ആരുമല്ല. സാർ നിങ്ങൾക്ക് വേണ്ടി ഒരു ഓഫർ തരികയാണ്. നിങ്ങൾ ഈ ഒരു വീഡിയോ കമന്റ് ബോക്സിൽ നിങ്ങൾക്കൊരു പ്രൊമോ കോഡിന്റെ ലിങ്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കാണാൻ വേണ്ടി പറ്റും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ ക്ലാസ്, അതേപോലെ അതിന് താഴെ പ്രൊമോ കോഡ് അടിക്കാനുണ്ടാകും. നിങ്ങൾ ആ പ്രൊമോ കോഡിൽ ഫർഹാൻ K12 എന്നടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ ബാച്ചിൽ നിന്ന് 5% ഡിസ്കൗണ്ട് തരും. ബാച്ചിന്റെ പ്രൈസിൽ 5% ഡിസ്കൗണ്ട് തരുന്നതായിരിക്കും. ഇത് പ്രീമിയം ബാച്ചിന് മാത്രമാണോ? അല്ല, ബേസ് ബാച്ചിലുണ്ട്. പക്ഷേ പ്രീമിയം ബാച്ചിന്റെ അത്രയും ഫീച്ചേഴ്സ് എവിടെ ഉണ്ടാവില്ല, ബേസ് ബാച്ചിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പൊ ഈ ഓഫറുകളൊന്നും എന്ത് ചെയ്യരുത്, ആരും മിസ്സാക്കരുത്. ഇത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ചെയ്തു തരുന്ന കാര്യങ്ങളാണ്. ഇതൊരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, മിസ്സാക്കരുത്. ഓക്കെ.